പ്രവാസി മലയാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സുരേഷിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായതാണ്. ഇന്ന് അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിച്ചത്? പ്രവാസി മലയാളികൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അനശ്വര, പ്രവാസി മലയാളികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. മറിച്ച് ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. ബഹ്റൈനിൽ നേരത്തെ നടത്തിയ ഈ മാസം 17-ന് ബഹ്റൈനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒമാൻ മസ്കറ്റിൽ ഈ പ്രസംഗത്തിൽ പ്രവാസികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഏറ്റവും പ്രധാനം ഇതില് 5ാം ലോക കേരള സഭ ഉടൻ ചേരാൻ പോവുകയാണ്. കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ 5ാം ലോക കേരള സഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയതിനെ കുറിച്ച്, പ്രവാസികൾക്ക് നടപ്പാക്കിയ ആ പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോർക്കയുടെ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ 739 കോടി രൂപ അനുവദിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ NRI കമ്മീഷൻ രൂപീകരിച്ച കാര്യവും തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് നൽകിയിട്ടുള്ള പണത്തെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 57-ലെ EMS സർക്കാരിന്റെ കാലഘട്ടം മുതലാണ് നവകേരളം എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കേരള മോഡൽ എന്ന് പറയുന്ന രീതിയിലേക്ക് സംസ്ഥാനത്ത് ഉയർത്താൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ്, തൊട്ടു മുൻപുണ്ടായിരുന്ന UDF-ന്റെ കാലത്ത് സംസ്ഥാനം വളരെ പിന്നോട്ട് പോയി എന്നും, എന്നാൽ 16 മുതൽ 25 വരെ ഇപ്പോൾ തുടരുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തടക്കം മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗം തുടരുകയാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിശദാംശങ്ങൾ നൽകിയത്.